നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും കേരളത്തിലെ ഏറ്റവും വലിയ ജനകീയ വാർത്താ മണിക്കൂറിലേക്ക് സ്വാഗതം. നമ്മൾ ആരംഭിക്കുകയാണ് പൊതുജനം കഴുതിയല്ല സാർ. പൊതുജനം കഴുതയല്ല സാർ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾക്കറിയാവുന്ന പോലെ തന്നെ നിങ്ങൾക്ക് ഈ പരിപാടിയുടെ ഭാഗമാകാം. നാട്ടിലെ ഏതെങ്കിലും ജനകീയ വിഷയങ്ങളുണ്ടെങ്കിൽ അത് ശ്രദ്ധയിൽ കൊണ്ടുവരാം. അതിനായി ഇനി പറയുന്ന നമ്പറിൽ വിളിച്ച് അക്കാര്യം അറിയിക്കാം. 0484283050 ഈ നമ്പറിൽ വിളിച്ച് ജനകീയ വിഷയങ്ങൾ ശ്രദ്ധയിൽ കൊണ്ടുവരാം. ഏതെങ്കിലും ദൃശ്യങ്ങൾ എത്തിക്കേണ്ടതുണ്ടെങ്കിൽ അതിനും അവസരമുണ്ട്. വാട്സാപ്പ് വഴി ആ ദൃശ്യങ്ങൾ ഞങ്ങൾക്ക് അയച്ചു തരാം. 6235968937 ഈ നമ്പറിൽ വാട്സാപ്പ് വഴി പ്രേക്ഷകർക്ക് ദൃശ്യങ്ങൾ അയച്ചു നൽകുകയും ചെയ്യാം. നമ്മൾ ഇന്ന് ആദ്യം പോകുന്നത് വയനാട്ടിലേക്കാണ്. അവിടെ ആ ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായത് എങ്ങനെ എന്ന് വ്യക്തമാക്കുന്ന CCTV ദൃശ്യങ്ങൾ പുറത്തു വന്ന ദിവസമാണ്. നാടിനെ ഒന്നാകെ ഞെട്ടിച്ച ദൃശ്യങ്ങളുടെ വിശദാംശങ്ങളിലേക്ക് നമ്മൾ ആദ്യം പോകുന്നു. 400-ലധികം മനുഷ്യരുടെ ജീവനെടുത്ത 3 ഗ്രാമങ്ങളെ നാമാവശേഷമാക്കിയ മുണ്ടക്കൈ ഉരുൾപൊട്ടലിന്റെ ഞെട്ടിക്കുന്ന CCTV ദൃശ്യങ്ങളാണ് ഇന്ന് പുറത്തു വന്നിരിക്കുന്നത്. നിമിഷ നേരം കൊണ്ട് ഒരു പ്രദേശമാകെ വെള്ളവും ചെളിയും കൊണ്ട് മൂടുന്നത് ഈ ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ചൂരൽമല ജംഗ്ഷനിലെ 2 കടകളിലെ CCTV ദൃശ്യങ്ങളാണ് ഇന്ന് പുറത്തു വന്നത്. ആ ദൃശ്യങ്ങളിലേക്ക് ആദ്യം. സുർജിത്ത് അയ്യപ്പത്ത് ഇപ്പോൾ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സുർജിത്ത്, എങ്ങനെയാണ് നാടിന് ഉരുൾ വിഴുങ്ങിയത് എന്ന് വ്യക്തമാക്കുന്ന ദൃശ്യങ്ങളാണല്ലോ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. എന്തൊക്കെയാണ് വിവരങ്ങൾ സുർജിത്ത്? ഉന്മേഷ, തീർച്ചയായും വളരെ നടുക്കമുണ്ടാക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. അതായത് എങ്ങനെയാണ് ഈ ഉരുൾപൊട്ടൽ മഹാദുരന്തത്തിലേക്കുള്ള വഴി എങ്ങനെയെന്നുള്ളത് കൃത്യമായി തന്നെ രേഖപ്പെടുത്തുന്ന വിധത്തിലുള്ള ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. ചൂരൽമലയിലെ 2 കടകളിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. ഒന്ന് വെള്ളാർമല സ്കൂളിൻ്റെ തൊട്ടടുത്തുള്ള അഷറഫ് എന്നയാളുടെ കടയിലെ CCTV ദൃശ്യങ്ങൾ. മറ്റൊന്ന് അല്പം ഏതാണ്ട് ഒരു 20 മീറ്റർ അപ്പുറത്ത് മാറിയുള്ള നിഷാദ് എന്നു പേരുള്ള ആളുടെ കടയിലെ ബേക്കറിയാണ്. അതിലെ ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. അതിൽ വലിയ നാശനഷ്ടങ്ങളാണ് ഈ 2 കടയിലും സംഭവിച്ചിരിക്കുന്നത്. ലക്ഷങ്ങളുടെ നഷ്ടം. അതായത് 60 ലക്ഷത്തോളം രൂപയുടെ ഉപകരണങ്ങളാണ് ഈ നിഷാദിൻ്റെ ഉടമസ്ഥതയിലുള്ള ലൈമ എന്ന് പറയുന്ന ബേക്കറിയിലാണ് ഈ വെള്ളം കയറിയത്. അതായത് വെള്ളവും ചെളിയും എല്ലാം തന്നെ ഇരച്ച് കയറുകയാണ്. ഒപ്പം തന്നെ അവിടെ ഈ ബോർമ ഉൾപ്പെടെ, അതായത് ബേക്കറിയിലേക്ക് ആവശ്യമുള്ള ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന ആ ബോർമയടക്കം വലിയ രീതിയിലുള്ള നാശനഷ്ടമാണ് ആ കടയിൽ മാത്രം സംഭവിച്ചിരിക്കുന്നത്. 60 ലക്ഷം രൂപയിലധികം രൂപയുടെ നഷ്ടം സംഭവിച്ചു എന്നുള്ള തരത്തിലുള്ള പ്രതികരണമാണ് നിഷാദിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. അഷറഫിൻ്റെ കടയിലും സമാനമാണ്. അത് വെള്ളാർമല ഇപ്പോൾ ബെയിലി പാലം, നേരത്തെ ചുരൽമല പാലമായിരുന്നു, ആ പാലത്തിൻ്റെ തൊട്ടടുത്തുള്ള, അതായത് ആ പാലം നേരെ എത്തുന്നത് ഈ കടയുടെ മുന്നിലേക്ക് തന്നെയാണ്. ചുരൽമല ഒത്ത ജംഗ്ഷനിലുള്ള കടയാണ് ഈ അഷറഫിൻ്റെ കട. അതായത് ചുരൽമലക്കാർക്കും ഉണ്ടക്കൈക്കാർക്കുമെല്ലാം ആവശ്യമുള്ള എല്ലാം ആ കടയ്ക്കകത്തുണ്ടായിരുന്നു. ആ കടയിലെ വസ്തുക്കൾ ഏതാണ്ട് പൂർണ്ണമായും നശിക്കുന്ന വിധത്തിലാണ് ഈ ദുരന്തം ഉണ്ടായിരിക്കുന്നത്. അതിൽ എല്ലാ വസ്തുക്കളും ഒഴുകി പരന്നു നടക്കുന്ന, അതായത് ഘട്ടഘട്ടമായി വെള്ളം കയറി പിന്നീട് അതൊരു വലിയ രീതിയിലുള്ളൊരു വെള്ളത്തിൻ്റെ വരവ്, ചെളിയും പാറയും കല്ലും എല്ലാം തന്നെ വന്നടിയുന്ന ഒരവസ്ഥയിലേക്ക് മാറുന്നതാണ്. നടുങ്ങുന്ന ദൃശ്യങ്ങൾ തന്നെയാണ് ഇന്ന് പുറത്തു വന്നിരിക്കുന്നത്. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഉരുൾപൊട്ടലിൻ്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ട് എന്ന് വ്യക്തമാക്കുന്ന തരത്തിൽ അത്രമാത്രം വലിയ രീതിയിലുള്ള ഉരുൾപൊട്ടലാണ് സംഭവിച്ചതെന്ന് തെളിയിക്കുന്ന ദൃശ്യങ്ങൾ കൃത്യമായ രീതിയിൽ തന്നെ അത് തെളിയിക്കുന്ന വിധത്തിലാണ് ആ ദൃശ്യങ്ങൾ ഉള്ളത്. എന്തായാലും
അവിടെ 20 ലക്ഷം രൂപയുടെ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്, സാധനങ്ങൾ ഉൾപ്പെടെ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് കടയുടമയായ അഷറഫും പറയുന്നത്. അങ്ങനെ ലക്ഷങ്ങളുടെ നഷ്ടം ഈ ചൂരൽമല ജംഗ്ഷനിൽ മാത്രമുള്ള വ്യാപാരികൾക്ക് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വ്യാപാരി വ്യവസായ ഏകോപന സമിതി അടക്കമുള്ള വ്യാപാര സംഘടനകൾ വ്യക്തമാക്കുന്നത്. ഇതിന് കൃത്യമായ രീതിയിലൊരു പരിഹാരം, ഇങ്ങനെ നഷ്ടം വന്ന ഒരുപാട് പേർ വായ്പയെടുത്തും മറ്റും ഒക്കെയാണ് ഇത്തരത്തിൽ സംരംഭങ്ങൾ നടത്തിക്കൊണ്ടുപോയിരുന്നത്. ഇതിലെല്ലാം തന്നെ ഒരു കൃത്യമായൊരു നടപടി വേണം, ഇതിൽ കൃത്യമായൊരു ഇളവ് വേണം, ഒരു സംരക്ഷണം സർക്കാരിൻ്റെ കരുതൽ ആവശ്യമുണ്ട് എന്നുൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഈ വ്യാപാരികൾ ഒന്നടങ്കം ഉന്നയിക്കുന്നുണ്ട് എന്നുള്ളതാണ്. നേരത്തെ മുകളിലെ മുണ്ടക്കയിലെ റിസോർട്ടുകളിലെ അടക്കമുള്ള CCTV ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചിരുന്നു. പക്ഷേ ആ ദൃശ്യങ്ങളൊന്നും തന്നെ പുറത്തു വന്നിട്ടില്ല. 2 കടകളിലെ ദൃശ്യങ്ങളാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വന്നിരിക്കുന്നത്. അതിലാണ് ഭയാനകമായ രീതിയിൽ തന്നെ എത്രമാത്രം ഈ ദുരന്ത വ്യാപ്തി വ്യക്തമാക്കുന്നതെന്ന് മനസ്സിലാവുന്നത്. പൂർണ്ണമായും ഷട്ടറെല്ലാം തകർത്തുകൊണ്ടാണ് ഈ മലവെള്ളപ്പാച്ചിൽ ഉണ്ടായിരിക്കുന്നത്. ആ മലവെള്ളപ്പാച്ചിൽ എത്രമാത്രം രൂക്ഷമായിരുന്നു എന്ന് വ്യക്തമാക്കുന്നുണ്ട് ഈ ദൃശ്യങ്ങളിൽ. ഇപ്പോൾ ഈ ശുചീകരണം അടക്കമുള്ള നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്. വിവിധ സന്നദ്ധ സംഘടനകളുടെ നേതൃത്വത്തിലാണ് ശുചീകരണം അടക്കം നടന്നുകൊണ്ടിരിക്കുന്നത്. പലതരത്തിലുമുള്ള സഹായങ്ങൾ ഇവർക്ക് ലഭ്യമാകേണ്ടതുണ്ട്. കാരണം പിടിച്ചു നിൽക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് ഈ മേഖലയിലെ ആളുകൾ തന്നെ. ഈ വ്യാപാരികൾ മാത്രമല്ല, മറ്റിടങ്ങളിലുള്ള ആളുകളും ഈ ദുരന്തത്തിൻ്റെ ഇരകളായ ആളുകളും എല്ലാം തന്നെ വലിയ രീതിയിലുള്ള പ്രതിസന്ധിയെയാണ് അഭിമുഖീകരിക്കുന്നത്. സർക്കാരിൻ്റെ കൃത്യമായ രീതിയിലുള്ള ഇടപെടൽ വേണം, സന്നദ്ധ സംഘടനകളുടെ സഹായം വേണം. മാത്രമല്ല പലതരത്തിലുള്ള പല കോണുകളിൽ നിന്നും പല രീതിയിലുള്ള സഹായങ്ങളും ഈ നാട് അഭ്യർത്ഥിക്കുന്നുണ്ട്. ഒരുപക്ഷെ ദീർഘകാലത്തിന് ശേഷം ഇന്ന് ഈ ബാധിക്കാത്ത, അതായത് ചൂരൽമലയിലെ പലരും ക്യാമ്പുകളിലായിരുന്നു, പല വീടുകളിലും ഇന്ന് വെളിച്ചം തെളിഞ്ഞിട്ടുണ്ട് എന്നുള്ളതൊരു പ്രതീക്ഷ പകരുന്ന ഒരു കാര്യമാണ്. ചില വീടുകളിലെങ്കിലും ഇന്ന് വെളിച്ചം തെളിഞ്ഞിട്ടുണ്ട് ഈ മേഖലയിൽ. അതായത് ദുരന്തം ബാധിക്കാത്ത ഇടങ്ങളിലെ ആളുകളും ക്യാമ്പുകളിൽ കഴിയുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. ആ വീടുകളിലെല്ലാം തന്നെ ഇന്ന് വെളിച്ചം വന്നിട്ടുണ്ട്. അതായത് അവർ ക്യാമ്പുകളിൽ നിന്ന് ഇവിടേക്ക് സ്വന്തം വീടുകളിലേക്ക് മടങ്ങിയെത്തുന്ന ഒരു കാഴ്ചയ്ക്കും ഇന്ന് സാക്ഷ്യം വഹിക്കുന്നുണ്ട്. അല്പസമയം മുമ്പ് വരെ കനത്ത മഴയായിരുന്നു ഈ ചൂരൽമലയിലും ഒപ്പം തന്നെ മുണ്ടക്കൈ മേഖലയിലും എല്ലാം തന്നെ. പ്രത്യേകിച്ച് തെരച്ചിൽ കാര്യമായ രീതിയിൽ തന്നെ ഒന്നും നടക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാനമായും പങ്കുവയ്ക്കാനുള്ളത്. തെരച്ചിൽ ഏതാണ്ട് നിലച്ച മട്ടാണുള്ളത്. സന്നദ്ധ സംഘടനകൾ ഇനി ഏതാനും പ്രവർത്തകർ മാത്രമാണ്, വിവിധ സംഘടനകളുടെ ഏതാനും പ്രവർത്തകർ മാത്രമാണ് ഇവിടെ ശേഷിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഇനി വേണ്ടത് കരുതൽ നടപടികളാണ്, ആശ്വാസ നടപടികളാണ്. അത് വേഗത്തിൽ തന്നെ നടപ്പാക്കേണ്ടതുണ്ട്. പുനരധിവാസം അടക്കമുള്ള കാര്യങ്ങളിൽ ഒരു ഇടപെടൽ തേടുന്നുണ്ട് ചൂരൽമലക്കാർ. എന്തായാലും മുണ്ടക്കൈയിലും ഉൾപ്പെടെയുള്ള ഈ ദുരിതം ബാധിച്ച മനുഷ്യർക്ക് വേണ്ട ആശ്വാസ നടപടികളിലേക്ക് പെട്ടെന്ന് തന്നെ പോകേണ്ടതുണ്ട്. അത്തരം ഇടപെടൽ തേടുകയാണ്, സർക്കാരിന്റെ മുമ്പാകെ തേടുകയാണ് നാട്ടുകാർ. സുജിത് അയ്യപ്പത്താണ് വിവരങ്ങൾ നൽകിയത്. നടുക്കുന്ന CCTV ദൃശ്യങ്ങൾ, ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. വീണ്ടെടുപ്പിന്റെ പാതയിലാണ് വയനാട്. ഇപ്പോൾ പുനരധിവാസ പ്രവർത്തനങ്ങൾ സജീവമാണ്. ചൂരൽമലയിലെ കടകൾ വൃത്തിയാക്കുന്ന ജോലി ഇന്നും തുടർന്നു. അതിനിടയിലാണ് 2 ഗ്രാമങ്ങളെ തുടച്ചു നീക്കിയ ഉരുൾപൊട്ടലിന്റെ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നത്. അതേസമയം ദുരന്ത ബാധിതർക്ക് സർക്കാർ നൽകിയ അടിയന്തര ധനസഹായത്തിൽ നിന്ന് ബാങ്കുകൾ EMI പിടിച്ചു എന്നുള്ള ആരോപണവും ഇപ്പോൾ ഉയരുന്നുണ്ട്. മഹാദുരന്തം വന്ന വഴി കാട്ടിത്തരുന്നുണ്ട് പുറത്തു വന്ന CCTV ദൃശ്യങ്ങൾ. ചൂരൽമലയിലെ 2 കടകളിലെ ദൃശ്യങ്ങളാണ് ഇന്ന് പുറത്തു വന്നത്. ചൂരൽമലയിലെ കടകൾ വൃത്തിയാക്കുന്ന ജോലിക്കിടെയാണ് CCTV ഹാർഡ് ഡിസ്ക് വീണ്ടെടുക്കുകയും ദൃശ്യങ്ങൾ പുറത്തുവരികയും ചെയ്തത്. സന്നദ്ധ പ്രവർത്തകരുടെ സഹായത്തോടെ ചൂരൽമലയിലെ കടകൾ വൃത്തിയാക്കുന്നത് ഇന്നും വ്യാപാരികൾ തുടർന്നു. 1-2 കടകളെ പൂർത്തിയായിട്ടുള്ളൂ. ഇനി എന്തായാലും ഒരു 3-4 ദിവസം കൂടെ വേണ്ടി വരും ചെയ്യാൻ. എല്ലാ കടകളുടെ ആളുകൾ വന്നിട്ടില്ല, തുറന്നു കിട്ടിയാലേ ചെയ്യാൻ പറ്റുള്ളൂ. മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കേന്ദ്ര സർക്കാർ ഇടക്കാല ആശ്വാസം നൽകാത്തതിൽ കേരളത്തിന് അതൃപ്തിയുണ്ട്. ഇത്ര വലിയ ദുരന്തമുണ്ടായിട്ടും ഇതുവരെയും കേന്ദ്ര സഹായം പ്രഖ്യാപിച്ചിട്ടില്ലെന്ന് മന്ത്രിമാരായ AK ശശീന്ദ്രനും V ശിവൻകുട്ടിയും പ്രതികരിച്ചു. ഒരു ഇടക്കാല ആശ്വാസമെങ്കിലും പ്രഖ്യാപിക്കാമായിരുന്നില്ലേ എന്ന സംശയം ആളുകളുടെ ഇടയിൽ വളർന്നു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതുവരെ കേന്ദ്ര സഹായമൊന്നും ഇത്രയും വലിയ ദുരന്തം ഉണ്ടായിട്ട് പ്രഖ്യാപിച്ചിട്ടില്ല. പ്രഖ്യാപിക്കുമെന്നാണ് കേരള ഗവൺമെന്റ് കരുതുന്നത്. കേന്ദ്ര സർക്കാരിന് സമർപ്പിക്കേണ്ട നിവേദനം തയ്യാറെന്ന് മന്ത്രി K രാജൻ 24-നോട്. 300 രൂപ വീതം ഒരു വീട്ടിലെ 2 പേർക്ക് കൊടുക്കുക എന്നുള്ളത് STMക്ക്, സംസ്ഥാന ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിക്ക് 1 മാസം വരെ കൊടുക്കാനേ അധികാരമുള്ളൂ. അത് 3 മാസത്തേക്ക് നൽകണം. ഇങ്ങനെ കേരളം ചില സമീപനങ്ങളെക്കുറിച്ച് കേന്ദ്രത്തിനോട് പറഞ്ഞിട്ടുണ്ട്. അതിൽ കൂടി ഒരു ഉത്തരം കിട്ടിയാൽ ഈ പ്രശ്നത്തിൽ നമുക്ക് കൂട്ടായി പോകാൻ പറ്റൂ. ഇരകളായവരുടെ പുനരധിവാസത്തിനുള്ള ടൗൺഷിപ്പ് നിർമ്മാണ നടപടികളിലേക്ക് സർക്കാർ കടന്നു. ടൗൺഷിപ്പിനുള്ള ഭൂമി കണ്ടെത്താൻ ജോയിന്റ് ലാൻഡ് റവന്യൂ കമ്മീഷണർ ഗീതയെ ചുമതലപ്പെടുത്തി.
മേപ്പാടിയിൽ സർക്കാർ വകുപ്പുകളുടെ കൈവശമുള്ള ഭൂമിയുടെ കണക്ക് ശേഖരിക്കുകയാണ് ആദ്യ നടപടി. ടൗൺഷിപ്പിന് ഉതകുന്ന ഭൂമി ലഭിച്ചില്ലെങ്കിൽ വനം വകുപ്പിന്റെ കൈവശമുള്ള ഭൂമി പരിഗണിക്കാനും നിർദ്ദേശമുണ്ട്. ഇന്നും ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ വീടുകൾ കേന്ദ്രീകരിച്ച് തിരച്ചിൽ നടന്നു. അതേസമയം ദുരന്തബാധിതർക്ക് സർക്കാർ നൽകിയ അടിയന്തര ധനസഹായത്തിൽ നിന്ന് ബാങ്കുകൾ EMI പിടിച്ചതായി പരാതി. പിടിച്ചെടുത്ത EMI മൊറട്ടോറിയം പ്രഖ്യാപിച്ച ശേഷം തിരിച്ചു നൽകുമെന്ന് ബാങ്കേഴ്സ് സമിതി കൺവീനർ KS പ്രദീപ് പറഞ്ഞു. നാളെ SLBC ആണ്, SLBCയിൽ തീരുമാനങ്ങൾ എടുക്കും എന്നല്ലേ ഞാൻ പറഞ്ഞു. വായ്പ എഴുതിത്തള്ളുമെന്ന് ഞാൻ ഫുള്ളായിട്ട് എഴുതിത്തള്ളുന്ന പറഞ്ഞില്ല. അതായത് ബാങ്ക് ബോർഡാണ് തീരുമാനിക്കുന്നത് വായ്പ എഴുതിത്തള്ളുന്നത്. അത് നോക്കിയിട്ട് എല്ലാവരുടെയും വായ്പ നമുക്ക് എഴുതിത്തള്ളാൻ പറ്റില്ല. കാരണം എല്ലാ ബാങ്കുകളും റിസർവ് ബാങ്കും എല്ലാവരും ഉണ്ടാവും നാളത്തെ മീറ്റിംഗിൽ. അത് കഴിഞ്ഞേ നമുക്കൊരു തീരുമാനം എടുക്കാൻ പറ്റുള്ളൂ. നാളെയാണ് വയനാടിനു വേണ്ടി പ്രത്യേക സംസ്ഥാനതല ബാങ്കേഴ്സ് സമിതി യോഗം. കരുണയില്ലാത്തൊരു സമീപനം പോലും ക്യാമ്പിലുള്ളവരുടെ ആശങ്കയേറ്റും. മനസ്സിൽ ഇരുട്ട് കയറും. അങ്ങനെ ഒന്നായിരുന്നു ബാങ്കുകൾ EMI പിടിച്ചത്. ഓരോ ദിവസം കഴിയുന്തോറും ഈ ദുരന്തബാധിതരെ കൂടുതൽ നെഞ്ചോട് ചേർക്കണം. അവർക്ക് നൽകിയ ഓരോ ഉറപ്പും പാലിക്കപ്പെടുന്നുവെന്ന് തെളിയുകയും വേണം. ടീം 24 വയനാട്. ഇപ്പോൾ വരുന്നൊരു യൂട്യൂബ് കമന്റ്. മുണ്ടക്കൈ ദുരന്തം പുനരധിവാസത്തിൽ ആശങ്ക കണക്കെടുക്കുന്നില്ല എന്ന് പാടിയിലെ താമസക്കാർ പറയുന്നു. ഇപ്പോഴും പാടിയിലെ ജനങ്ങൾക്ക് വീടില്ല, അവർ ഒറ്റപ്പെട്ടു പോയി. സർക്കാർ അവരെയും ചേർത്ത് പിടിക്കണം എന്നൊരു അഭിപ്രായ പ്രകടനം യൂട്യൂബിൽ വരുന്നുണ്ട്. ഇപ്പോൾ ദിനേശ് ഹരിപ്പാട് ഒരു വിഷയം ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ദേശീയപാത മേൽപ്പാല നിർമ്മാണം നടക്കുന്ന ഭാഗങ്ങളിൽ കായംകുളം മുതൽ അരൂർ വരെ ഇരുചക്ര വാഹനങ്ങളും യാത്രികരും നിത്യവും അപകടത്തിൽപ്പെടുന്നുണ്ട്. അവിടെ ട്രാഫിക്കും അത് വലിയ പ്രശ്നമാണ് എന്ന് പറയുന്നു. നാളുകളായി ആ പ്രശ്നം തുടരുന്നുണ്ട്. ദേശീയപാത നിർമ്മാണം, മേൽപ്പാല നിർമ്മാണം അത് തുടരുന്ന സമയത്തൊക്കെ അത്തരത്തിൽ വലിയ പ്രതിസന്ധി ഉണ്ടാകും എന്നതാണ് വ്യക്തമാകുന്നത്. അദ്ദേഹം ആ വിഷയമാണ് ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത്. നമ്മൾ വയനാട്ടിൽ നിന്ന് പോകുന്നത് കോഴിക്കോട്ടേക്കാണ്. കോഴിക്കോട് വിലങ്ങാട് ഉരുൾപൊട്ടലിൽ തകർന്ന പാലത്തിന് കൈവരി നിർമ്മിക്കാനുള്ള PWD ഉദ്യോഗസ്ഥരുടെ ശ്രമം നാട്ടുകാർ തടഞ്ഞു. പുതിയ പാലമാണ് വേണ്ടത് എന്നും കൈവരി കൊണ്ട് കാര്യമില്ലെന്നും നാട്ടുകാർ പറയുന്നു. പ്രതിഷേധം കനത്തതോടെ ഉദ്യോഗസ്ഥർക്ക് മടങ്ങിപ്പോകേണ്ടി വന്നു. അതേസമയം വിലങ്ങാട് പുനരധിവാസം ഉടൻ യാഥാർത്ഥ്യമാക്കും എന്നാണ് മന്ത്രി PA മുഹമ്മദ് റിയാസ് പ്രതികരിച്ചത്. ഉരുൾപൊട്ടലിനെ തുടർന്നുണ്ടായ മലവെള്ളപ്പാച്ചിലിൽ പാറക്കൂട്ടങ്ങളും മരങ്ങളും വന്നടിഞ്ഞാണ് വിലങ്ങാട് ടൗൺ പാലം തകർന്നത്. ഈ പാലത്തിന് ഇരുമ്പ് പൈപ്പ് ഉപയോഗിച്ച് കൈവരി നിർമ്മിക്കാനെത്തിയ ഉദ്യോഗസ്ഥരെ നാട്ടുകാർ തടയുകയായിരുന്നു. പാലത്തിന്റെ ഒരു ഭാഗം മലവെള്ളപ്പാച്ചിലിൽ ഒലിച്ചുപോയിരുന്നു. അവിടെ നാട്ടുകാർ കല്ലുകളിട്ടാണ് നടക്കാൻ പാകത്തിലാക്കിയത്. ശക്തമായ മഴ പെയ്താൽ ഈ ഭാഗം വീണ്ടും ഒലിച്ചുപോകും. പാലത്തിന് തന്നെ ബലക്ഷയമുണ്ടായ സാഹചര്യത്തിൽ പൈപ്പുകൾ ഉപയോഗിച്ച് കൈവരി നിർമ്മിച്ച് രക്ഷപ്പെടാനുള്ള ശ്രമമാണ് ഉദ്യോഗസ്ഥർ നടത്തുന്നത് എന്ന് നാട്ടുകാർ ആരോപിച്ചു. എന്നാൽ കൈവരി ഇല്ലാത്തതിനാൽ അപകട സാധ്യത കൂടുതലാണെന്നും അതിനാലാണ് നിർമ്മാണ പ്രവർത്തനമെന്നും PWD ഉദ്യോഗസ്ഥർ പറഞ്ഞു. പ്രതിഷേധം സംഘർഷാവസ്ഥയിലേക്ക് നീങ്ങിയതോടെ പോലീസ് സ്ഥലത്തെത്തി. നീണ്ട ചർച്ചകൾക്ക് ഒടുവിലും നാട്ടുകാർ പ്രതിഷേധം തുടർന്നതോടെ ഉദ്യോഗസ്ഥർ മടങ്ങി. വിലങ്ങാട് വിഷയം മന്ത്രിസഭായോഗം ചർച്ച ചെയ്തിട്ടുണ്ടെന്നും സമഗ്രമായ പുനരധിവാസമാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് എന്നും മന്ത്രി PA മുഹമ്മദ് റിയാസ് പറഞ്ഞു. തീർച്ചയായിട്ടും പരിഗണനയിലുണ്ട്. കഴിഞ്ഞ മന്ത്രിസഭയിൽ ഞങ്ങൾ വളരെ വിശദമായി ഇത് ചർച്ച ചെയ്തു. എല്ലാ നിലയിലും വിലങ്ങാടിനെ അതിജീവിക്കാനുള്ള ഇടപെടൽ സംസ്ഥാന സർക്കാർ നടത്തും. പുതിയ പാലം നിർമ്മിക്കുന്നതിന് 8 കോടി രൂപയുടെ പദ്ധതി തയ്യാറാക്കി സർക്കാരിന് സമർപ്പിച്ചിട്ടുണ്ടെന്ന് നാദാപുരം MLA EK വിജയൻ പ്രതികരിച്ചു. കഴിഞ്ഞ മാസം 30 പുലർച്ചെയായിരുന്നു നാടിനെ നടുക്കിയ ഉരുൾപൊട്ടലുണ്ടായത്. ഒരാളുടെ ജീവൻ പൊലിയുകയും കോടികളുടെ നാശനഷ്ടം സംഭവിക്കുകയും ചെയ്ത ദുരന്തത്തെ തുടർന്ന് നിരവധി കുടുംബങ്ങൾ പ്രതിസന്ധിയിലാണ്. ഇവർക്ക് പ്രത്യേക പാക്കേജ് പ്രഖ്യാപിക്കണം എന്നാണ് ആവശ്യം. കോഴിക്കോട് നിന്ന് സമീർ സി മുഹമ്മദ്, 24. കൊൽക്കത്തയിലെ ഡോക്ടറുടെ മരണവുമായി ബന്ധപ്പെട്ട്, കൊലപാതകവുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധങ്ങൾ നടക്കുന്നുണ്ട്. ഡൽഹിയിൽ ഇപ്പോൾ ഡോക്ടേഴ്സിന്റെ പ്രതിഷേധം നടക്കുന്നു എന്നുള്ള വിവരം R. അച്യുതൻ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കൊൽക്കത്തയിൽ വലിയ പ്രതിഷേധമുണ്ടായിരുന്നു. രാജ്യവ്യാപകമായി ആ പ്രതിഷേധം ഇപ്പോൾ മാറുകയാണ്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും പൊതുജനം കഴുതിയുള്ള ശ്രദ്ധ പരിപാടിയിലേക്ക് സ്വാഗതം. കൊൽക്കത്തയിലെ യുവ ഡോക്ടറുടെ കൊലപാതകത്തിൽ രാജ്യവ്യാപക പ്രതിഷേധം തുടരുകയാണ്. കേന്ദ്ര സർക്കാരിൽ നിന്ന് വിശ്വസനീയമായ ഒരു ഉറപ്പും ലഭിച്ചിട്ടില്ല എന്ന് പ്രതിഷേധിക്കുന്ന ഡോക്ടേഴ്സ് വ്യക്തമാക്കി. RG കർ മെഡിക്കൽ കോളേജ് മുൻ പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷിനെ CBI 3-ാം ദിവസവും ചോദ്യം ചെയ്യുന്നു. പ്രതി സഞ്ജയ് റോയുടെ മാനസിക നില പരിശോധിക്കാനുള്ള നീക്കവും CBI ഇപ്പോൾ സജീവമാക്കിയിട്ടുണ്ട്. തുടർച്ചയായ 3-ാം ദിവസമാണ് RG കർ മെഡിക്കൽ കോളേജ് മുൻ പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷിനെ CBI ചോദ്യം ചെയ്യുന്നത്. കഴിഞ്ഞ 2 ദിവസങ്ങളിലും
13 മണിക്കൂർ ചോദ്യം ചെയ്തതിനു ശേഷമാണ് സന്ദീപ് ഘോഷിനെ വിട്ടയച്ചത്. പ്രിൻസിപ്പലിന്റെ ഭാഗത്ത് ഗുരുതര കൃത്യവിലോപം ഉണ്ടായതായി CBIക്ക് മൊഴികൾ ലഭിച്ചിട്ടുണ്ട്. പുറമേ നിന്നുള്ള നിർദ്ദേശമനുസരിച്ചാണോ ഇത് എന്നതടക്കമുള്ള വിവരങ്ങളാണ് CBIക്ക് ഇനി അറിയാനുള്ളത്. അതിനിടെ സന്ദീപ് ഘോഷിനെ അക്കാഡമിക് പ്രവർത്തനങ്ങളിൽ നിന്നും വിലക്കി പശ്ചിമബംഗാൾ ഓർത്തോപീഡിക് അസോസിയേഷൻ നോട്ടീസ് അയച്ചു. കേസിൽ അറസ്റ്റിലായ പ്രതി സഞ്ജയ് റോയിയെ നുണപരിശോധനയ്ക്ക് വിധേയനാക്കാൻ അനുമതി തേടി CBI ഉടൻ കോടതിയെ സമീപിക്കും. പരിശോധനകൾക്കായി ഡൽഹിയിൽ നിന്നുള്ള വിദഗ്ധ സംഘം കൊൽക്കത്തയിലെത്തി. മേഖലയിലെ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ കാണികളിൽ നിന്നും പ്രതിഷേധമുണ്ടാകുമെന്ന രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് വൈകിട്ട് നിശ്ചയിച്ച ഈസ്റ്റ് ബംഗാൾ വേഴ്സസ് മോഹൻ ബഗാൻ മത്സരത്തിന് പോലീസ് അനുമതി നിഷേധിച്ചു. ആശുപത്രി ആക്രമണ കേസിൽ ഇതുവരെ അറസ്റ്റിലായ 32 പേരിൽ 14 പേരും TMC പ്രവർത്തകരാണെന്ന് പോലീസ് റിപ്പോർട്ടിൽ പറയുന്നു. ആക്രമണവുമായി ബന്ധപ്പെട്ട് 76 പേരുടെ ചിത്രങ്ങൾ കൂടി പോലീസ് പുറത്തുവിട്ടു. അതേസമയം യുവ ഡോക്ടറുടെ കൊലപാതകത്തിൽ ബംഗാൾ സർക്കാരിനും മുഖ്യമന്ത്രി മമതാ ബാനർജിക്കുമെതിരെ കടുത്ത വിമർശനങ്ങളാണ് ഉയരുന്നത്. മുഖ്യമന്ത്രി രാജിവെക്കണമെന്നും തെളിവുകൾ നശിപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നതെന്നും ദേശീയ വനിതാ കമ്മീഷൻ മുൻ അധ്യക്ഷ രേഖാ ശർമ്മ പറഞ്ഞു. It is a proven track record of West Bengal police and West Bengal CM that they are always with the goons and not with the public. It was a planned attack on the hospital. There were some construction also they started because they wanted to remove the evidences. തൃണമൂൽ ഗുണ്ടകൾ പോലീസിന്റെ സഹായത്തോടെ തെളിവ് നശിപ്പിക്കാൻ ശ്രമിക്കുന്നുവെന്ന് CPIM ബംഗാൾ സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് സലീം ആരോപിച്ചു. Trinamool government is protecting the rapists, protecting the molesters. The junior doctors are protesting. And Trinamool goons with the help of the Kolkata police is trying to vandalize that. ബംഗാളിന്റെ ചരിത്രത്തിൽ മുൻപൊരിക്കലും ഇത്തരമൊരു സംഭവം ഉണ്ടായിട്ടില്ല. മുഴുവൻ പ്രതികളെയും ഉടൻ അറസ്റ്റ് ചെയ്യണമെന്ന് മുതിർന്ന CPIM നേതാവ് ബിമൻ ബോസ് ആവശ്യപ്പെട്ടു. ആശുപത്രിക്ക് നേരെയുണ്ടായ ആക്രമണത്തിനു പിന്നിൽ പ്രതിപക്ഷ പാർട്ടികളെന്നാണ് മമതാ ബാനർജി ആരോപിക്കുന്നത്. എന്നാൽ വീഴ്ചകൾ ഓരോന്നായി ചൂണ്ടിക്കാട്ടി മമതയുടെ രാജി ആവശ്യപ്പെടുകയാണ് പ്രതിപക്ഷ നേതാക്കൾ. ടീം 24 കൊൽക്കത്ത. അപ്പോൾ നൗഷാദ് പുന്നത്തല പറയുന്നുണ്ട്, കൊൽക്കത്ത സംഭവത്തിൽ പ്രതികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. നമ്മുടെ നാട്ടിൽ പോലും PG ഡോക്ടർമാർക്ക് ഡ്യൂട്ടി സമയം കൂടുതലാണെന്നുള്ള വിമർശനമുണ്ട്. ഡോക്ടർമാർക്ക് സുരക്ഷ അത്യാവശ്യമാണ് എന്ന് പറയുന്നു. അത് ഉറപ്പാക്കേണ്ട ഒരു കാര്യമാണ്. അക്കാര്യത്തിൽ നടപടി ഉണ്ടാകണമെന്നുള്ള ആവശ്യം പൊതുസമൂഹം തന്നെ ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. കൊൽക്കത്തയിൽ യുവ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയതിൽ 7ാം ദിവസവും പ്രതിഷേധം ശക്തമായിരിക്കുകയാണ്. ആരോഗ്യ പ്രവർത്തകർക്ക് പുറമെ പൊതുസമൂഹവും ഇപ്പോൾ സമരം ഏറ്റെടുത്തു കഴിഞ്ഞു. हम प्रोटेस्ट कर रहे हैं. हम लोग आज खेला था, उस खेला में कलकत्ता वेस्ट बंगाल गवर्नमेंट जो किया है वो बहुत नाइंसाफी है, बहुत नाइंसाफी है. वो लोग बोला है पुलिस नहीं है इसलिए खेला बातिल कर दिया. लेकिन अभी इतना पुलिस कहाँ से आया? डर्बी के टाइम में पुलिस नहीं रहता है, तभी बवाल होता है. लेकिन अभी इतना पुलिस देखिए, हम लोग सिर्फ जस्टिस के लिए आए, इतना सारा पुलिस आ गया. लेकिन जब ओरिजिनल डर्बी होता है तब पुलिस नहीं रहता. कल आज डर्बी के लिए जो पुलिस नहीं था इसलिए डर्बी बातिल कर दिया. अब कहाँ से आ गया इतना पुलिस? को गाली दे रहा है आके, पुलिस डायरेक्ट गाली दे रहा है लड़कियों को आके. कोलकाता पुलिस है. അപ്പോൾ കൊൽക്കത്തയുടെ തെരുവുകളിൽ അവിടെ ബംഗാൾ പോലീസിനെതിരെ വലിയ പ്രതിഷേധം ഉയരുന്നു. നീതിക്ക് വേണ്ടി തെരുവിലിറങ്ങുമ്പോൾ പോലീസിന്റെ ഇടപെടലുകളെ രൂക്ഷമായി വിമർശിക്കുകയാണ് ഇപ്പോൾ പൊതുസമൂഹം. അവിടെ കൊൽക്കത്തയിൽ സാൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിൽ നടത്താനിരുന്ന ഡ്യൂറന്റ് കപ്പ് ഫുട്ബോൾ മത്സരം ഉപേക്ഷിച്ചു. വനിതാ ഡോക്ടറുടെ കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് ഡൽഹി കൊണാട്ട് പ്ലേസിൽ മനുഷ്യച്ചങ്ങല തീർക്കുകയാണ് പ്രതിഷേധിക്കുന്ന ഡോക്ടേഴ്സ്. വിശദാംശങ്ങളുമായി ഇപ്പോൾ കൊൽക്കത്തയിൽ നിന്ന് ബൽറാം നെടുങ്ങാടിയും ഡൽഹിയിൽ നിന്ന് R അച്യുതനും ചേരുന്നുണ്ട്. ആദ്യം ബൽറാമിലേക്ക് എത്താം. ആദ്യം R അച്യുതനിലേക്കാണ്. അച്യുതൻ, ഡൽഹിയിൽ മനുഷ്യച്ചങ്ങല തീർത്തുള്ള പ്രതിഷേധം എന്നാണല്ലോ പറഞ്ഞിരുന്നത്. ഇപ്പോൾ പ്രതിഷേധം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ടോ? എന്തൊക്കെയാണ് വിവരങ്ങൾ അച്യുതൻ? ഉന്മേഷ്, കഴിഞ്ഞ ദിവസങ്ങളെ പോലെ തന്നെ ഇന്നും ഡൽഹിയിൽ വലിയ പ്രതിഷേധമാണ് ഡോക്ടർമാർ നടത്തുന്നത്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. പല ആശുപത്രികളിലെ, ഡൽഹിയിലെ പല ആശുപത്രികളിൽ നിന്നുള്ള റെസിഡന്റ് ഡോക്ടർമാരാണ് ഇപ്പോൾ ഈ ഡൽഹിയിലെ കൊണോട്ട് പ്ലേസിലെ സെൻട്രൽ പാർക്കിന് ചുറ്റും പ്രതിഷേധ മാർച്ച് നടത്തുന്നത്. അവരുടെ കയ്യിൽ വിവിധ മുദ്രാവാക്യങ്ങൾ എഴുതിയുള്ള പ്ലക്കാർഡുകളുണ്ട്. നോ സേഫ്റ്റി നോ ഡ്യൂട്ടി എന്ന മുദ്രാവാക്യം എഴുതിയ പ്ലക്കാർഡുകളുണ്ട്. കൊൽക്കത്തയിലെ ഡോക്ടർക്ക് നീതി ഉറപ്പാക്കണം എന്ന് എഴുതിയ പ്ലക്കാർഡുകളുണ്ട്. നമുക്ക് അവരോട് തന്നെ അവരുടെ ആവശ്യങ്ങളെ പറ്റി ചോദിച്ചു നോക്കാം. മാം, what are you demanding to the center? The demands to the center is primarily to provide justice to the victim, and the second thing is that we want a proper, safe
workplace. The current situation is that all the doctors, including male doctors and female doctors, none of us are safe in our workplace. We are getting attacked at any moment and we are getting raped. And this is not a situation where doctors can work with peace. We need a situation where we can work with peace. And that is a very important and essential right that we need to be given. No, until now there is no response, no proper justice is provided to the victim, and we look forward to proper rule making and proper implementation of CPA. We are also looking forward to justiceful response from the government, police and all other departments so that doctors can work peacefully and provide service to the public. ഉന്മേഷ്, അതുതന്നെയാണ്. അതായത് ആദ്യം ഉറപ്പാക്കേണ്ടത് കൊൽക്കത്തയിൽ ക്രൂരമായി കൊല്ലപ്പെട്ട ആ ഡോക്ടർക്ക് നീതി ഉറപ്പാക്കുക എന്നുള്ളതാണ്. അതിനുശേഷം ഈ കാലാകാലങ്ങളായി ഡോക്ടർമാർ നേരിടുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതായത് ഈ CPA എന്ന് പറയുന്ന സെൻട്രൽ പ്രൊട്ടക്ഷൻ ആക്ട് ഫോർ ഡോക്ടേഴ്സ്, അത് ഉടൻ തന്നെ നടപ്പാക്കണം. തൊഴിലിടങ്ങളിലെ സുരക്ഷിതത്വം അത് ഉറപ്പാക്കണമെന്ന നിരവധി ആവശ്യങ്ങൾ ഉയർത്തിയാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ ഡോക്ടർമാർ ഇന്നും തെരുവുകളിൽ പ്രതിഷേധിക്കുന്നത്. അവരുടെ പ്രതിഷേധം ഇതുവരെയും മുഖവിലേക്ക് എടുത്തിട്ടില്ല എന്നുള്ളതാണ് ആ ഡോക്ടർമാർ അല്പം മുൻപ് നമ്മളോട് പ്രതികരിച്ചത്. കഴിഞ്ഞ ദിവസങ്ങളിലാകെ തന്നെ ഈ നിരത്തുകളിൽ ഡോക്ടർമാർ അവരുടെ ശക്തമായ പ്രതിഷേധം അടയാളപ്പെടുത്തുകയാണ്. നിർമ്മാൺ ഭവനിലെ ആരോഗ്യ മന്ത്രാലയത്തിന് മുൻപിൽ ശക്തമായ മഴയിലും പ്രതിഷേധം സംഘടിപ്പിച്ചത് നമ്മൾ കണ്ടതാണ്. ഇന്ത്യ ഗേറ്റിന് മുന്നിലൂടെ ആ കർത്തവ്യ പഥിലൂടെ രാഷ്ട്രപതി ഭവനിലേക്കും ഡോക്ടർമാർ പ്രതിഷേധം നടത്തി. പല ആശുപത്രികളുടെ മുൻപിലും പ്രതിഷേധം സംഘടിപ്പിച്ചു. അതിനെല്ലാം ഒടുവിലാണ് ഇന്നിപ്പോൾ ഡോക്ടർമാർ ഇവിടെ അണിചേർന്നിരിക്കുന്നത്. ഈ പ്രതിഷേധ മാർച്ച് കഴിഞ്ഞ ഉടൻ തന്നെ ഒരു മനുഷ്യച്ചങ്ങല രൂപീകരിച്ചുകൊണ്ട് പ്രതിഷേധം നടത്തുവാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. നിലവിൽ നമ്മളിപ്പോൾ കാണുന്നത് എയിംസിൽ നിന്നുള്ള ഡോക്ടർമാർ, സഫ്ദർജംഗ് ആശുപത്രിയിൽ നിന്നുള്ള ഡോക്ടർമാർ, RML, അങ്ങനെ ഡൽഹിയിലെ ഒട്ടുമിക്ക പ്രധാന ആശുപത്രികളിലെ എല്ലാം ഡോക്ടർമാർ ഇപ്പോൾ അണിനിരന്നുകൊണ്ടുള്ള ഒരു പ്രതിഷേധ പ്രകടനമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പോലീസിൻ്റെ സുരക്ഷ അവർക്ക് ഒരുക്കിയിട്ടുണ്ട്. സെൻട്രൽ പാർക്കിന് ചുറ്റുമാണ് ഇപ്പോൾ ഈ ശക്തമായ പ്രതിഷേധം നടക്കുന്നത്. ഉന്മേഷ്, ആർ അച്യുതനാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഡോക്ടേഴ്സിന്റെ ശക്തമായ പ്രതിഷേധം ഡൽഹിയിൽ തുടരുന്നു. അല്പസമയത്തിനകം മനുഷ്യച്ചങ്ങല രൂപീകരിച്ചുള്ള പ്രതിഷേധത്തിലേക്ക് ആ ഡോക്ടേഴ്സ് കടക്കുമെന്നാണ് ആർ അച്യുതൻ റിപ്പോർട്ട് ചെയ്യുന്നത്. ബൽറാം നെടുങ്ങാടി ഇപ്പോൾ കൊൽക്കത്തയിൽ നിന്നാണ് ചേരുന്നത്. ബൽറാം, സമാനതകളില്ലാത്ത വലിയ പ്രതിഷേധങ്ങൾ അത് കൊൽക്കത്തയിൽ നടക്കുകയാണല്ലോ ദിവസങ്ങളായി. ഇപ്പോൾ ഏതൊക്കെയിടങ്ങളിൽ ഇത്തരത്തിൽ പ്രതിഷേധമുണ്ട്? ഇന്നത്തെ ഈ പ്രതിഷേധങ്ങളുടെ വിവരങ്ങൾ എന്തൊക്കെയാണ് ബൽറാം? മുതൽ തന്നെ 8 മണി മുതൽ തന്നെ ശക്തമായ മഴ പെയ്യും. ബൽറാമിലേക്ക് എത്താം. ബൽറാം, ആ ശബ്ദത്തിൽ ചെറിയൊരു പ്രശ്നമുള്ളത് കൊണ്ടാണ് അങ്ങനെ വലിയ പ്രതിഷേധം കൊൽക്കത്തയിൽ ഇപ്പോൾ നടക്കുകയാണ്. ഡോക്ടറുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട്, ബലാത്സംഗ കൊലയുമായി ബന്ധപ്പെട്ട് ബംഗാൾ പോലീസിന്റെ നടപടിക്കെതിരെ, കൊൽക്കത്ത പോലീസിന്റെ നടപടിക്കെതിരെ വലിയ പ്രതിഷേധം ഇപ്പോൾ നടക്കുന്നുണ്ട്. കൊൽക്കത്ത കേന്ദ്രീകരിച്ചുള്ള പ്രതിഷേധങ്ങൾ രാജ്യവ്യാപകമായി മാറുന്നു നമ്മൾ കാണുന്നുണ്ട്. ഡൽഹിയിൽ ഇപ്പോൾ വലിയ പ്രതിഷേധം നടക്കുന്നു, ഡോക്ടേഴ്സിന്റെ പ്രതിഷേധം നടക്കുന്നു. മനുഷ്യച്ചങ്ങലയടക്കം രൂപീകരിച്ചുകൊണ്ടുള്ള പ്രതിഷേധത്തിലേക്ക് അവിടെയും ഡോക്ടേഴ്സ് കടക്കുകയാണ്. കൊൽക്കത്തയിൽ ദിവസങ്ങളായി വലിയ പ്രതിഷേധമാണ് ഈ ഡോക്ടറുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് നടക്കുന്നത്. CBIയുടെ അന്വേഷണം ഒരു ഭാഗത്ത് പുരോഗമിക്കുന്നുണ്ട്. പ്രതി ഇപ്പോഴും CBI സംഘം ചോദ്യം ചെയ്യുന്നുണ്ട്. മുൻ പ്രിൻസിപ്പലിനെ ചോദ്യം ചെയ്യുന്നുണ്ട് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുന്നതിന് വേണ്ടി. അതിനിടയിൽ പോലീസ് സ്വീകരിക്കുന്ന ചില നടപടികൾ അവിടെ വലിയ പ്രതിഷേധത്തിന് കാരണമാവുകയും ചെയ്യുന്നുണ്ട്. സർക്കാരിൻ്റെ നടപടികളും അവിടെ പ്രതിഷേധത്തിന് ഇടയാക്കുന്നുണ്ട്. ഈ പ്രതിഷേധക്കാരെ പിന്തുണച്ച അധ്യാപകരൊക്കെ കൂട്ടത്തോടെ സ്ഥലം മാറ്റിയ ബംഗാൾ സർക്കാരിൻ്റെ നടപടിയടക്കം വിമർശന വിധേയമായിട്ടുണ്ട്. അങ്ങനെ വലിയ പ്രതിഷേധങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ഉയർന്നപ്പോൾ ആ നടപടിയൊക്കെ പിൻവലിക്കേണ്ടി വന്നിരിക്കുന്നു. ഏതായാലും ബംഗാളിൽ മമതാ സർക്കാരിന് വലിയ തലവേദനയായിട്ടുണ്ട് ഈ പ്രതിഷേധം. അവിടെ കൊൽക്കത്ത പോലീസ് സ്വീകരിക്കുന്ന നടപടികൾ, പ്രതിഷേധക്കാർക്കെതിരായ അവരുടെ സമീപനം, അതൊക്കെ വലിയ വിമർശനങ്ങൾക്ക് ഇപ്പോൾ ഇടയാക്കുകയും ചെയ്യുന്നുണ്ട്. വലിയ പ്രതിഷേധങ്ങൾ ഇപ്പോഴും കൊൽക്കത്തയിൽ നടക്കുന്നുവെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവിടെ ഇന്ന് സാൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിൽ ഒരു ഫുട്ബോൾ മത്സരം നടക്കേണ്ടിയിരുന്നു. അതിനിടെ പ്രതിഷേധ സാധ്യത ഉണ്ടാകും എന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നു. പോലീസ് അതിൽ ഇടപെടുന്നത് കണ്ടു. ആ ഫുട്ബോൾ മത്സരം ഉപേക്ഷിക്കുന്നത് നമ്മൾ കണ്ടു. അതുമായി ബന്ധപ്പെട്ടും അവിടെ വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഏതായാലും കൊൽക്കത്തയിലെ ഈ ഡോക്ടറുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട്, ബലാത്സംഗ കൊലയുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധങ്ങൾ. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ബൽറാം, ഇപ്പോഴും ഈ ശക്തമായ പ്രതിഷേധം തുടരുകയാണോ അവിടെ? ബൽറാം,
ഉന്മേഷ്, തീർച്ചയായും പ്രതിഷേധം തുടരുകയാണ്. ഇന്ന് രാവിലെ മുതൽ അതിശക്തമായ മഴ കൊൽക്കത്തയിലുണ്ടായി. ഇതിനെ ഒന്നും വകവയ്ക്കാതെ ശക്തമായ പ്രതിഷേധം കൊൽക്കത്തയുടെ തെരുവുകളിൽ നടന്നു വരുന്നു. ഇന്ന് നടന്ന ഏറ്റവും വലിയ പ്രതിഷേധം എന്നുള്ളത് സാൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിന് സമീപമാണ്. ഇന്ന് ആ സ്റ്റേഡിയത്തിൽ പാരമ്പര്യ വൈരികളായ രണ്ട് ടീമുകൾ ഈസ്റ്റ് ബംഗാളും മോഹൻ ബഗാനും തമ്മിൽ ഒരു മത്സരം ഉണ്ടായിരുന്നു. എന്നാൽ ആ മത്സരത്തിനിടെ അണികൾ പ്രതിഷേധിക്കും എന്ന രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് ആ മത്സരം റദ്ദാക്കുകയായിരുന്നു. മത്സരം റദ്ദാക്കിയെങ്കിലും നിശ്ചയിച്ച പ്രതിഷേധത്തിൽ നിന്നും പിന്മാറാൻ തയ്യാറല്ല എന്ന നിലപാടാണ് ഈ രണ്ട് ടീമുകളുടെയും ആരാധകർ കൈകോർത്ത് സ്വീകരിച്ചത്. തുടർന്ന് മത്സര സമയം അടുപ്പിച്ച സമയത്ത് ആരാധകർ ഈ സ്റ്റേഡിയത്തിന് സമീപമെത്തി. പോലീസ് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരുന്നു. വലിയ തോതിലുള്ള പോലീസ് വിന്യാസം ഈ സ്റ്റേഡിയത്തിന്റെ എല്ലാ ഗേറ്റുകളിലും ഉണ്ടായിരുന്നു. എങ്കിൽ പോലും പോലീസിന്റെ ഈ വിന്യാസത്തെയും മറികടന്നുകൊണ്ട് ഈ VIP ഗേറ്റിന്റെ സമീപത്തേക്ക് പതിനായിരക്കണക്കിന് ആ ശബ്ദം ശരിയാക്കാം ബൽറാം. കൊൽക്കത്തയിൽ നിന്നാണ് ബൽറാം ഇപ്പോൾ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ശബ്ദത്തിൽ ചെറിയൊരു സാങ്കേതിക പ്രശ്നമുള്ളതുകൊണ്ടാണ്. അച്യുതൻ ഡൽഹിയിൽ നിന്ന് ഇപ്പോൾ ചേരുന്നുണ്ട്. അച്യുതൻ, ഈ പ്രതിഷേധം ഇപ്പോൾ എവിടെ വരെ എത്തി അച്യുതൻ? പ്രതിഷേധം ശക്തമായി തന്നെ മുന്നോട്ട് പോവുകയാണ് ഉന്മേഷ്. ഏതാണ്ടൊരു 6 മണിയോട് കൂടിയാണ് ഡോക്ടർമാരുടെ സംഘം പല ഇടങ്ങളിൽ നിന്ന്, പല ആശുപത്രികളിൽ നിന്ന് ഈ ഡൽഹിയിലെ രാജീവ് ചൗക്കിലെ മെട്രോ സ്റ്റേഷൻ 1-ാം ഗേറ്റിലേക്ക് അവർ എത്തിത്തുടങ്ങിയത്. അതിനുശേഷം അവർ ഒരു വലിയ കൂട്ടമായി ആ നീതിക്ക് വേണ്ടി കൊൽക്കത്തയിലെ ഡോക്ടർ നേരിട്ട ക്രൂരമായ ബലാത്സംഗം, അവരെ കൊലപ്പെടുത്തിയ ആ സംഭവം, അതിന് നീതിക്കായി ഡോക്ടർമാർ അണിചേർന്നുകൊണ്ട് ഒന്നടങ്കം മുദ്രാവാക്യം മുഴക്കുകയായിരുന്നു. അവർക്ക് ആദ്യമായി വേണ്ടത് ആ ഇരയ്ക്ക് നീതി ഉറപ്പാക്കുക എന്നുള്ളതാണ്. ആ നീതി ഉറപ്പാക്കിയ ശേഷം ഈ ഡോക്ടർമാർ അവരുടെ തൊഴിലിടങ്ങളിൽ നേരിടുന്ന ഒരുപാട് സുരക്ഷാ പ്രതിസന്ധികളുണ്ട്. അതിൽ പ്രധാനമായും ചൂണ്ടിക്കാട്ടുന്നത് ഈ വനിതാ ഡോക്ടർമാരുടെ സാഹചര്യമാണ്. കാരണം അവർ ആവശ്യപ്പെടുന്നത് ഈ തൊഴിൽ പ്രവൃത്തി സമയങ്ങളിൽ ആ മേഖലകളിലെല്ലാം CCTVകൾ ഏർപ്പെടുത്തണം, പോലീസ് എയ്ഡ് പോസ്റ്റ് സ്ഥാപിക്കണം, അതുപോലെ തന്നെ ഈ CPA എന്ന് പറയുന്ന ആക്ട് അത് നടപ്പാക്കണം. പക്ഷേ അതിൽ ഇതുവരെയും കേന്ദ്രത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു അനുകൂല ഇടപെടൽ ഉണ്ടായിട്ടില്ല. ഈ കഴിഞ്ഞ ദിവസം ആരോഗ്യ മന്ത്രാലയം അറിയിച്ചത് ഡോക്ടർമാരുടെ പ്രശ്നം പരിഹരിക്കാൻ ഒരു കമ്മിറ്റി രൂപീകരിക്കുമെന്നാണ്. പക്ഷേ അതിൽ ഡോക്ടർമാർ തൃപ്തരല്ല. കാരണം ഇതിനു മുൻപും ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ ഭാഗത്തുനിന്ന് ഇത്തരത്തിലുള്ള വാക്കാൽ ഉറപ്പുകൾ ലഭിച്ചിരുന്നു. പക്ഷേ അത് ഇന്ന് വരെയും പാലിച്ചിട്ടില്ല, അല്ലെങ്കിൽ അത് നടപ്പാക്കിയിട്ടില്ല എന്നുള്ളത് റെസിഡന്റ് ഡോക്ടർമാർ വ്യക്തമാക്കുന്നുണ്ട്. ആ ഒരു ഘട്ടത്തിലാണ് പ്രതിഷേധത്തിൽ നിന്ന് പിന്മാറിയത്. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് മെഴുകുതിരി. ശരിയാണ് അച്യുതൻ. ഏതായാലും ഇപ്പോൾ മെഴുകുതിരി അത് തെളിയിച്ചുകൊണ്ടുള്ള പ്രതിഷേധത്തിലേക്ക് കൂടി ഡൽഹിയിൽ ഡോക്ടേഴ്സ് കടക്കുകയാണ്. കൊൽക്കത്തയിലെ ബലാത്സംഗ കൊലപാതകവുമായി ബന്ധപ്പെട്ട അച്യുതനാണ് തത്സമയം ഡൽഹിയിൽ നിന്ന് ചേർന്ന് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ വരുന്ന ഒരു വാർത്തയിലേക്ക് നമ്മൾ ഇനി കടക്കുന്നു. ദേവസ്വം ബോർഡ് നിയമനത്തിന് കോഴ വാങ്ങിയെന്ന പരാതിയിൽ തിരുവല്ല ഏരിയ കമ്മിറ്റി അംഗം കൊച്ചുപ്രകാശ് ബാബുവിനെതിരെ നടപടിയുമായി CPIM. കൊച്ചുപ്രകാശ് ബാബുവിനെ എല്ലാ ചുമതലകളിൽ നിന്നും നീക്കി. ശ്രീജിത്ത് ശ്രീകുമാരൻ വിവരങ്ങളുമായി ഇപ്പോൾ ചേരുന്നുണ്ട് പത്തനംതിട്ടയിൽ നിന്ന്. ശ്രീജിത്ത്, എന്തൊക്കെയാണ് വിവരങ്ങൾ? 2.5 വർഷം മുൻപാണ് ഇത്തരത്തിൽ ഗുരുവായൂർ ദേവസ്വം ബോർഡിൽ ക്ലറിക്കൽ പോസ്റ്റിൽ നിയമനം നൽകാമെന്ന് പറഞ്ഞ് പറ്റിച്ച ഒരാളുടെ പക്കൽ നിന്ന്, അത് CPIM അംഗം കൂടിയാണ്, അദ്ദേഹത്തിന്റെ പക്കൽ നിന്ന് ഏതാണ്ട് 2.25 ലക്ഷം രൂപ തട്ടിയെടുത്തത്. എന്തായാലും ഇക്കാര്യത്തിൽ നിയമനം ലഭിക്കാത്തതിനെ തുടർന്ന് കൃത്യമായ രീതിയിൽ ഒരു പരാതിയുമായി പോവുകയായിരുന്നു. അത് പോലീസിലൊന്നുമല്ല പരാതി പാർട്ടി അംഗം കൂടിയായ ആ വ്യക്തി നൽകിയത്. എന്തായാലും ആ പരാതിയിൽ ഇപ്പോൾ ഒരു നടപടിയിലേക്ക് കടന്നിരിക്കുന്നു. MV ഗോവിന്ദൻ അടക്കം കൃത്യമായ രീതിയിൽ ഒരു പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായില്ല എന്ന് കഴിഞ്ഞ 1 മാസം മുൻപ് ഇദ്ദേഹം 24 തന്നെ വ്യക്തമാക്കിയിരുന്നു. എന്തായാലും ഇപ്പോൾ കൊച്ചുപ്രകാശ് ബാബുവിനെതിരെ നടപടി ഉണ്ടായിരിക്കുന്നു. തിരുവല്ല ഏരിയ കമ്മിറ്റി അംഗമാണ് കൊച്ചുപ്രകാശ് ബാബു. എന്നാലും കൊച്ചുപ്രകാശ് ബാബുവിനെതിരെ നടപടി ഉണ്ടായ ഏരിയ കമ്മിറ്റി യോഗത്തിൽ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളും ജില്ലാ സെക്രട്ടറിയും അടക്കം പങ്കെടുത്തിട്ടുണ്ട്. ജില്ലാ സെക്രട്ടറി KP ഉദയഭാനുവും സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം രാജീവ് അബ്രഹാം, അതുകൂടാതെ ഈ പറയുന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ PB ഹർഷകുമാർ അടക്കമുള്ള ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ പങ്കെടുത്തിട്ടുണ്ട്. എന്തായാലും തെരഞ്ഞെടുക്കപ്പെട്ട മുഴുവൻ ചുമതലകളിൽ നിന്നും കൃത്യമായ രീതിയിൽ പാർട്ടി അച്ചടക്കത്തിന്റെ ലംഘനമാണ് നടന്നിരിക്കുന്നത്. അതുകൂടാതെ പാർട്ടി ഒരു ഘട്ടത്തിൽ പോലും സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട് പാർട്ടി അറിഞ്ഞിട്ടില്ല ഇക്കാര്യങ്ങൾ ശരി. ശ്രീജിത്ത് ശ്രീകുമാറിനാണ് വിവരങ്ങൾ നൽകിയത്. അല്ലമീൻ തങ്ങൾപ്പടി ഒരു കാര്യം അറിയിക്കുന്നുണ്ട്. ഇപ്പോൾ മലപ്പുറം ജില്ലയിലെ ഏറെ തിരക്കുള്ള പുത്തൻപള്ളി പാലപ്പെട്ട് റോഡുകൾ തകർന്ന് തരിപ്പണമായിരിക്കുകയാണ്.
ഗട്ടറിൽപ്പെട്ട് നിരവധി അപകടങ്ങൾ ഉണ്ടാകുന്നു. ഇക്കാര്യത്തിൽ അടിയന്തര ഇടപെടൽ ഉണ്ടാകണമെന്നാണ് അല്ലമീൻ ആവശ്യപ്പെടുന്നത്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി പൊതുജനം കഴുതിയുള്ള എന്ന പരിപാടിയിലേക്ക് സ്വാഗതം. നമ്മളിനി ഷിരൂരിലേക്ക് പോവുകയാണ്. ഷിരൂരിലെ പ്രതിസന്ധികൾ അയവില്ലാതെ തുടരുകയാണ്. മണ്ണിടിച്ചിലിൽ കാണാതായ ജഗന്നാഥിന് വേണ്ടി തിരച്ചിലിനിറങ്ങിയ ഈശ്വർ മാൽപ്പയെ കർണാടക പോലീസ് ഇന്ന് തടഞ്ഞു. അനുമതിയില്ലാതെയാണ് മാൽപ്പെ പുഴയിൽ ഇറങ്ങിയത് എന്നാണ് പോലീസിന്റെ വിശദീകരണം. ജഗന്നാഥന്റെ മക്കളുടെ കണ്ണീര് കണ്ടാണ് തെരച്ചിലിനിറങ്ങിയത് എന്ന് ഈശ്വർ മാൽപ്പെ 24നോട് പറഞ്ഞു. അനുമതി നൽകിയില്ലെങ്കിൽ നാളെ മുതൽ പ്രതിഷേധം എന്നാണ് ജഗന്നാഥിന്റെ മകൾ നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ്. അർജുൻ ദൗത്യത്തിനായി ഡ്രഡ്ജർ സ്വന്തം ചെലവിലെത്തിക്കാൻ തയ്യാറാണെന്ന് ലോറി ഉടമ മനാഫ് ഇന്ന് വ്യക്തമാക്കി. രാവിലെ 9:30യോടെയാണ് ഈശ്വർ മാൽപ്പെ ഗംഗാവലി പുഴയിൽ തെരച്ചിലിനായി എത്തിയത്. വിവരമറിഞ്ഞ് അതിവേഗം കുതിച്ചെത്തിയ കർണാടക പോലീസ് അനുമതിയില്ലാതെ തെരച്ചിൽ നടത്തിയാൽ കസ്റ്റഡിയിലെടുക്കുമെന്ന് ഈശ്വർ മാൽപ്പയോട് മുന്നറിയിപ്പ് നൽകി. പിന്നാലെ ദൗത്യം അവസാനിപ്പിച്ച് മാൽപ്പെ കരയ്ക്ക് കയറി. എല്ലാ റിസ്കും ഏറ്റെടുത്ത് അനുമതിയില്ലാതിരുന്നിട്ടും തെരച്ചിലിനിറങ്ങിയത് എന്തുകൊണ്ടെന്ന ചോദ്യത്തിന് ഈശ്വർ മാൽപ്പയ്ക്ക് മറുപടി ഉണ്ടായിരുന്നു. ഡൈജീവൻ ഒന്നും ബുദ്ധിമുട്ടില്ല. പിന്നെ എന്താണ് കാരണം എന്തെങ്കിലും പറയുന്നുണ്ടോ? എന്തുകൊണ്ട് കാരണം ഇന്നൊന്നും അവർ ഒന്നും വാക്കുമില്ല. ഞാൻ എന്നാ പറഞ്ഞു, ഇപ്പം ഇവിടെ ഒരു വലിയ മുതലാളിൻ്റെ അല്ല MLA മോണ് കീഴേ ഇരുന്ന് അപ്പം എന്നാ ചെയ്യുമോ? അപ്പം എവിടുന്നാണോ അമേരിക്ക വേണ്ട അല്ല എന്താ വേണ്ട സബ്മറീൻ കൊണ്ടുവന്ന് അത് എടുക്കും. ഇപ്പം പാവപ്പെട്ട ആൾക്കാർ 3 പേരുണ്ട് അവിടെ. അവരെ എടുക്കാൻ ഒരു ഇവിടെ സമ്മതിച്ചിട്ടില്ല. ഈശ്വർ മാൽപ്പയെ കർണാടക പോലീസ് തടഞ്ഞ വിവരമറിഞ്ഞ് ഈ ദുരന്തത്തിൽ കാണാതായ ജഗന്നാഥിന്റെ 2 പെൺമക്കൾ ദുരന്ത ഭൂമിയിലേക്ക് ഓടിയെത്തി. കാരണം രാവിലെ അവരുടെ കണ്ണീര് കൂടി കണ്ടാണ് ഇന്ന് ദൗത്യത്തിനിറങ്ങാമെന്ന് ഈശ്വർ മാൽപ്പയെ തീരുമാനിക്കുന്നത്. എന്തുകൊണ്ട് മാൽപ്പയെ തടയുന്നു എന്ന ചോദ്യം ഉയർത്തിക്കൊണ്ട് അവർ ജില്ലാ ഭരണകൂടത്തെ ബന്ധപ്പെടാൻ ശ്രമിച്ചു. പക്ഷേ മറുതലയ്ക്കൽ നിന്ന് ഒരു മറുപടിയും അവർക്ക് കിട്ടിയില്ല. നിലവിൽ നദിയിൽ വലിയ അടിയൊഴുക്കില്ല, നന്നായി തെളിഞ്ഞു ഒഴുകുന്ന സാഹചര്യം. എന്നിട്ടും എന്തുകൊണ്ട് തെരച്ചിൽ തടയുന്നു എന്ന ചോദ്യത്തിന് യുക്തിഭദ്രമായ ഒരു മറുപടി ജില്ലാ ഭരണകൂടത്തിൽ നിന്ന് ഉണ്ടായില്ല. ഡ്രഡ്ജർ എത്തും വരെ യാതൊരു തരത്തിലുള്ള തെരച്ചിലിനും അനുമതി നൽകില്ലെന്ന ജില്ലാ ഭരണകൂടത്തിന്റെ നിലപാടിനെതിരെ കടുത്ത പ്രതിഷേധത്തിലാണ് ജഗന്നാഥിന്റെ കുടുംബവും. ഇനിയും അനുമതി നൽകിയില്ലെങ്കിൽ നാളെ മുതൽ സത്യാഗ്രഹ സമരമിരിക്കാനാണ് കുടുംബത്തിന്റെ തീരുമാനം. അങ്ങനെ ഒരു സമരത്തിലേക്ക് പോയാൽ ഒപ്പമുണ്ടാവുമെന്ന് അർജുന്റെ ലോറി ഉടമ മനാഫും അർജുന്റെ ബന്ധു ജിതിനും ഉറപ്പു പറയുന്നു. We are searching for our father. Till 32 days over. Till now we didn't get any identity. We want our father. So you requested Ishwar Malpe to do the search operation? We requested. DC madam is not giving permission. Reason we don't know, sir. ഡ്രഡ്ജറിനായി കാത്തിരിക്കുന്ന ജില്ലാ ഭരണകൂടത്തിന് പക്ഷേ അതെന്നെത്തുമെന്ന കാര്യത്തിൽ ഒരു ഉറപ്പും പറയാനാവുന്നില്ല. തിങ്കളാഴ്ച എത്തിക്കുമെന്ന് MLA പറഞ്ഞ വാക്ക് ഏതായാലും പാഴാക്കായി കഴിഞ്ഞു. ശനിയാഴ്ച ഡ്രഡ്ജർ എത്തുമെന്നാണ് ഷിപ്പിംഗ് കമ്പനി ഇപ്പോൾ പറയുന്നത്. ഡ്രഡ്ജർ എത്തിക്കുന്നതിനുള്ള സാമ്പത്തിക ചെലവ് ചൂണ്ടിക്കാട്ടി ചിലരൊക്കെ ഇതിന് എതിരെ നിൽക്കുന്നുണ്ടെന്ന് ലോറി ഉടമ മനാഫ് പറയുന്നു. അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആ ചെലവും വഹിക്കാമെന്ന് അദ്ദേഹം 24നോട് പറഞ്ഞു. ഇതിനുള്ളിൽ ഇനി എന്തൊക്കെ ചെലവുകളുണ്ട് നമ്മൾ എടുത്തോളാം. ആ ഒരു സ്റ്റേറ്റ് ഗവൺമെന്റുകളും എടുക്കണ്ട, ഒരു കുഴപ്പമില്ല. ഞങ്ങൾക്ക് ഇതിന്റെ പെർമിഷൻ തരണം. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടികൾക്ക് ഓരോ അച്ഛനെ വേണം, മറ്റവർക്ക് ഓരോ അച്ഛനെ വേണം, ഞമ്മക്ക് നമ്മളെ അർജുനെ വേണം. അർജുൻ്റേതുപോലെ കഴിഞ്ഞ 30 ദിവസത്തിലേറെയായി നെഞ്ചുപൊട്ടി കഴിയുന്ന മറ്റൊരു കുടുംബമാണ് ഷിരൂരിലെ ജഗന്നാഥൻ്റേത്. തങ്ങളുടെ അച്ഛന് എന്തു പറ്റിയെന്ന ആ പെൺമക്കളുടെ ചോദ്യത്തിന് ഉത്തരം നൽകാൻ ജില്ലാ ഭരണകൂടം ബാധ്യസ്ഥമാണ്. ആ ഉത്തരം തേടി അവർ സ്വയം നടത്തുന്ന ചെറു പ്രയത്നങ്ങളെപ്പോലും ജില്ലാ ഭരണകൂടം തടസ്സപ്പെടുത്തുകയാണ്. ഷിരൂരിൽ നിന്നും വരുൺ വടശ്ശേരിക്കരയ്ക്കൊപ്പം ശ്രീനാഥ് ചന്ദ്രൻ, 24. അപ്പോൾ ഡ്രഡ്ജർ ഇനി എപ്പോൾ എത്തും എന്നുള്ള ചോദ്യമുണ്ട്. അടുത്ത ദിവസങ്ങൾ എത്താനുള്ള സാധ്യതയില്ല എന്നിപ്പോൾ മനസ്സിലാകുന്നു. ശനിയാഴ്ച വരെ ഒരുപക്ഷെ അതിനായി കാത്തിരിക്കേണ്ടി വരും എന്ന പുതിയ വിവരം കൂടി ഇപ്പോൾ ശ്രീനാഥ് ചന്ദ്രൻ ആ റിപ്പോർട്ടിന്റെ ഭാഗമായി നൽകുന്നുണ്ട്. ചില പ്രശ്നങ്ങൾ കൺമുന്നിൽ നടന്നാലും പലരുടെയും കണ്ണങ്ങോട്ട് എത്തില്ല. പൊതുജനം അപ്പോൾ ഇങ്ങനെ ഉറക്കെ പറയും, കണ്ണുണ്ടായാൽ പോര സാർ.
എണ്ണിയാൽ തീരാത്തത്ര ലൈറ്റുകൾ ഉണ്ടെങ്കിലും ഭൂരിഭാഗം ലൈറ്റുകളും കണ്ണു തുറക്കാത്ത ബൈപ്പാസാണ് ആലപ്പുഴ ബൈപ്പാസ്. രാത്രിയിൽ ലൈറ്റുകൾ കത്താതായതോടെ പാതയിൽ ദിനം പ്രതി നിരവധി അപകടങ്ങളാണ് ഉണ്ടാകുന്നത്. ബൈപ്പാസിന്റെ ഈ ഇരുട്ടുകുത്തിയ അവസ്ഥയിൽ അധികൃതർ ഇന്നുവരെ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ലെന്ന് ജനങ്ങൾ പറയുന്നു. ഉടമസ്ഥതയിലുള്ള ആലപ്പുഴ കൊമ്മാടി ബൈപ്പാസിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. നേരമിരുട്ടി തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോഴും ഒരു തെരുവ് വിളക്കുകളും കണ്ണു തുറന്നിട്ടില്ല. മാസങ്ങളായി കണ്ണു തുറക്കാതെ ഇരുട്ടിൽ നിൽക്കുകയാണ് 300-ലധികം തെരുവ് വിളക്കുകൾ. ആലപ്പുഴ നഗരത്തിൽ കയറാതെ ദീർഘദൂര യാത്രക്കാർക്ക് ദേശീയപാതയിലൂടെ കളർകോട് വരെ എത്താനുള്ള ബൈപ്പാസാണ് കൊമ്മാടിയിൽ നിന്ന് ആരംഭിച്ച് കളർകോട് തീരുന്ന ബൈപ്പാസ്. പക്ഷേ സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ ഈ ബൈപ്പാസ് റോഡിലൂടെയുള്ള യാത്ര റിസ്ക്കാണ്. ഭൂരിഭാഗം വിളക്കുകളും കണ്ണു തുറക്കുന്നില്ല. ബൈപ്പാസ് ആരംഭിക്കുന്ന കൊമ്മാടി ജംഗ്ഷനിൽ ഇരുചക്രവാഹന യാത്രക്കാരും കാൽനട യാത്രക്കാരും അപകടത്തിൽപ്പെടുന്നത് പതിവാണ്. ഇങ്ങനെ ഒരു 4 കൂടി ഒരു ജംഗ്ഷൻ തന്നെയല്ലേ. ഇപ്പോൾ കിഴക്കെന്ന് വരുന്നതാണെങ്കിൽ ഇവിടുന്ന് പറഞ്ഞാൽ ഇപ്പോൾ ബൈക്കിലൊക്കെ കുഞ്ഞുങ്ങൾ സ്കൂട്ടറിൽ വരുന്ന പെൺകുഞ്ഞുങ്ങളൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട്. 1-2 കുട്ടികൾ നമ്മുടെ വീഡിയോ വരെ ചെയ്താൽ. അപ്പോൾ ഇത് പിന്നെ സിഗ്നലിൽ ഒരു കൂട്ടർ നടന്നു വന്നാൽ പോലും കാണാൻ പറ്റുന്നില്ല. ഇപ്പോൾ വണ്ടി വരുന്നവരിപ്പോൾ ഇവിടെ തന്നെ നമ്മുടെ KSRTC തന്നെ സിഗ്നൽ സ്റ്റോപ്പ് ഉണ്ടായിരുന്നിട്ട് പോലും അവർ സ്റ്റോപ്പ് ചെയ്യുന്നില്ല. അവർ സിഗ്നൽ കയറി പോവുകയാണ് ചെയ്യുന്നത്. ഈ ഇരുട്ടത്ത് ഒന്നും കാണാൻ പോലും പറ്റുന്നില്ല. കൊമ്മാടിയിൽ നിന്ന് ബൈപ്പാസിലേക്ക് യാത്ര ആരംഭിച്ചാൽ കണ്ണു തുറക്കാത്ത വിളക്കുകാലുകൾ കണ്ട് മുന്നോട്ട് യാത്ര ചെയ്യാം. ബൈപ്പാസിലെ മൂടാത്ത കുഴികൾ യാത്രക്കാരുടെ നടുവൊടിക്കുമ്പോൾ തെളിയാത്ത വിളക്കുകൾ യാത്രക്കാരെ കുഴിയിൽ ചാടിക്കുകയാണ് ചെയ്യുന്നത്. ലൈറ്റിന്റെ ബുദ്ധിമുട്ട് തന്നെയാണ് അനുഭവിക്കുന്നത്. എന്ന് വെച്ചാൽ ഇവിടുന്ന് അവിടം വരെ കത്തിക്കൊണ്ടിരുന്ന കേരള വില്ലേജിന്റെ അവിടം വരെ സ്ട്രീറ്റ് ലൈറ്റ് കത്തിക്കൊണ്ടിരുന്ന ഇപ്പോൾ ഒരു 2-3-4-5 മാസമായിട്ട് ഇത് കത്തുന്നില്ല. നമുക്ക് ഒരു വണ്ടി ചവിട്ടിയാൽ അങ്ങോട്ട് ക്രോസ് ചെയ്യാനോ ഇങ്ങോട്ട് ക്രോസ് ചെയ്യാനൊന്നും പറ്റുന്നില്ല. അത് ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ്. നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ഉടമസ്ഥതയിലുള്ള ബൈപ്പാസിൽ വിളക്കുകൾ തെളിയാതായിട്ട് മാസങ്ങളായിട്ടും ഉദ്യോഗസ്ഥരാരും കണ്ടഭാവം നടിച്ചിട്ടില്ല. തെളിഞ്ഞുകിടക്കുന്ന കുറച്ചെങ്കിലും ലൈറ്റുകൾ ഉണ്ടല്ലോ എന്നാണ് ഉദ്യോഗസ്ഥരുടെ ചോദ്യം. മഴ പെയ്തു കഴിഞ്ഞാൽ ബൈപ്പാസിലെ കുഴികൾ കാണാൻ പോലുമുള്ള വെട്ടം റോഡിന്റെ ഭൂരിഭാഗം ഭാഗത്തുമില്ല. എന്നിട്ടും സൗകര്യമുള്ളവർ ബൈപ്പാസ് വഴി പോയാൽ മതി എന്നുള്ളതാണ് ഉദ്യോഗസ്ഥരുടെ ഭാവം. കോടികൾ മുടക്കി നിർമ്മിച്ച ബൈപ്പാസാണ് രാത്രികാലങ്ങളിൽ യാത്ര ദുരിതമയമാക്കുന്നത്. ബൈപ്പാസിലെ ഇരുട്ട് കാണാൻ ശേഷിയില്ലാത്ത ഉദ്യോഗസ്ഥരെ ജനപ്രതിനിധികൾ ഇടപെട്ടെങ്കിലും സർക്കാർ ശമ്പളമാണ് വാങ്ങുന്നതെന്ന കാര്യം ഓർമ്മിപ്പിക്കുമോ എന്ന ചോദ്യമാണ് ഉയരുന്നത്. കളർകോട് നിന്ന് ആരംഭിച്ച് കൊമ്മാടിയിൽ അവസാനിക്കുന്ന ദേശീയപാത ബൈപ്പാസിലൂടെ യാത്ര ചെയ്യുന്ന ഏതെങ്കിലും ഒരു ദിവസം എല്ലാ ലൈറ്റുകളും തെളിഞ്ഞു കിടക്കുന്ന കാഴ്ച കാണാനാകുമോ എന്നുള്ളതാണ് പാവപ്പെട്ട ആലപ്പുഴക്കാർ ചോദിക്കുന്നത്. ദേശീയപാതയുടെ ചുമതലയുള്ള ഉദ്യോഗസ്ഥരാരെങ്കിലും ഇതിനുവേണ്ടി ഒരു ദിവസമെങ്കിലും മാറ്റിവെക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു. ഷിബിൻ ബഷീറിനൊപ്പം ശ്യാംകുമാർ, 24 ആലപ്പുഴ. പൊതുജനം കഴുതയല്ല സാർ. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി പൊതുജനം കഴുതയല്ല സാർ എന്ന പരിപാടിയിലേക്ക് സ്വാഗതം. നമ്മളിനി പോകുന്നത് കുറ്റകൃത്യങ്ങളുടെ വാർത്താലോകത്തിലേക്കാണ്. കേസ് ഡയറി. ജസ്ന തിരോധാന കേസിൽ അന്വേഷണം വഴിതെറ്റിക്കാൻ ശ്രമം നടക്കുന്നു എന്ന് പിതാവ് ജെയിംസ് ജോസഫ്. തിരോധാനത്തിന് 2 ദിവസം മുൻപ് ജസ്നയെ ലോഡ്ജിൽ കണ്ടുവെന്ന മുണ്ടക്കയം സ്വദേശിനിയുടെ വെളിപ്പെടുത്തൽ ജെയിംസ് ജോസഫ് തള്ളി. ലോഡ്ജിലെ മുൻ ജീവനക്കാരുടെ വെളിപ്പെടുത്തൽ തന്നോടുള്ള വ്യക്തിവിരോധം തീർക്കാനാണെന്ന് ലോഡ്ജ് ഉടമയും പ്രതികരിച്ചു. മുണ്ടക്കയത്തെ ഒരു വസ്ത്രവ്യാപാര സ്ഥാപനത്തിന് മുന്നിലൂടെ ജസ്ന നടന്നു പോകുന്ന CCTV ദൃശ്യങ്ങൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. കാണാതാകുന്നതിന് 2 ദിവസം മുമ്പ് സമീപത്തെ ലോഡ്ജിൽ ജസ്ന എത്തിയിരുന്നുവെന്നാണ് ലോഡ്ജിലെ മുൻ ജീവനക്കാരിയുടെ വാദം. ഒപ്പം ഒരു യുവാവും ഉണ്ടായിരുന്നുവെന്ന് മുണ്ടക്കയം സ്വദേശിയായ സ്ത്രീ. അത്രയും കാര്യം ഞാൻ കണ്ടതാണ്, എനിക്കറിയാം. ആ പോകാൻ സമയം ഒരു ചെറുക്കനുണ്ടായിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു ഒരു ടെസ്റ്റ് എഴുതാൻ എറണാകുളം പോവുകയാണ്, അതിന് വന്നതാണ് എന്ന് എന്നോട് പറഞ്ഞു. ലോഡ്ജ് ഉടമയുടെ ഭീഷണിയെ തുടർന്നാണ് ഇക്കാര്യം ഇതുവരെ പുറത്തു പറയാതിരുന്നതെന്ന് മുണ്ടക്കയം സ്വദേശിനി. എന്നാൽ ഇവർ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടതിന്റെ വൈരാഗ്യം തീർക്കാൻ കള്ളക്കഥ മെനയുകയാണെന്ന് ലോഡ്ജ് ഉടമ ആരോപിച്ചു. അത് എന്നോടുള്ള വ്യക്തിപരമായ വൈരാഗ്യം തീർക്കാൻ വേണ്ടി ഇതൊരു കാര്യമാക്കി തീർക്കുന്നതാണത്. ഇതിന് പിന്നിൽ കുറേ പേരുണ്ട്. എൻ്റെ പേര് കഴിഞ്ഞ ദിവസം ഒരു അക്രോസിറ്റിക്ക് ജാതിപ്പേര് വിളിച്ച് നമ്മുടെ കേസ് കൊടുത്തിരുന്നു. ആ കേസിൽ ജാമ്യം കിട്ടി. ജാമ്യം കിട്ടുന്നതിന് 2 ദിവസം മുമ്പ് 5 ലക്ഷം രൂപയും അല്ലെങ്കിൽ 1 ഏക്കർ സ്ഥലം വീടും കൊടുത്തില്ലെങ്കിൽ നിങ്ങളുടെ ലോഡ്ജ് പൂട്ടുമെന്ന് പറഞ്ഞ ഭീഷണിയുണ്ട്. അതിന്റെ റെക്കോർഡെല്ലാം നമ്മുടെ കയ്യിലുണ്ട്. മുണ്ടക്കയം സ്വദേശിനിയുടെ വാദങ്ങൾ പൂർണ്ണമായി തള്ളുകയാണ് ജസ്നയുടെ പിതാവ് ജെയിംസ് ജോസഫ്. CBI അന്വേഷണം ശരിയായ ദിശയിലാണെന്നും ജെയിംസ് 24നോട് പറഞ്ഞു. CBI കൃത്യമായിട്ട് ഇപ്പോൾ അന്വേഷിക്കുന്നുണ്ട്.
അവർ ഈ മേഖലയിൽ തന്നെയുണ്ട്. പക്ഷേ പുറത്ത് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇപ്പം അന്വേഷണത്തിൻ്റെ കാര്യമാണ്. നമ്മളൊരു വഴി അന്വേഷിച്ച് പോകുമ്പോഴത്തേനും വേറെ വഴിയിലേക്ക് ഇവർ കൊണ്ടുവരും. മുണ്ടക്കയം സ്വദേശിനിയെ അന്വേഷണ സംഘം ചോദ്യം ചെയ്തേക്കും. ജസ്ന തിരോധാനവുമായി ബന്ധപ്പെട്ട് മുണ്ടക്കയത്തെ ലോഡ്ജ് ജീവനക്കാരിയുടെ വെളിപ്പെടുത്തൽ CBI അന്വേഷണ സംഘം ഏത് വിധത്തിലാണ് മുഖവിലക്കെടുക്കുക എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. എബിൻ ജോസ്, 24, കോട്ടയം. വളരെ വേഗത്തിൽ ഒരു റിപ്പോർട്ടിലേക്ക് കൂടി. LDF കൺവീനർ EP ജയരാജനെതിരെ പരാതി ഉന്നയിച്ച ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയെ ചുമതലയിൽ നിന്ന് CPM ഇപ്പോൾ നീക്കിയിരിക്കുന്നു. വിവരങ്ങളുമായി ശ്രീജിത്ത് ശ്രീകുമാരൻ ചേരുന്നുണ്ട്. ശ്രീജിത്ത്, ആർക്കെതിരെയാണ് നടപടി? വിവരങ്ങൾ എന്തൊക്കെ? നോർത്ത് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിക്കെതിരായാണ് CPIM ജില്ലാ നേതൃത്വം ഇപ്പോൾ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. ഇന്ന് ചേർന്ന തിരുവല്ല ഏരിയ കമ്മിറ്റി യോഗത്തിൽ ഈ തീരുമാനത്തിൽ വളരെ വലിയ ചർച്ചകളും നടന്നു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പീഡന കേസുമായി ബന്ധപ്പെട്ട് ആ കേസിൽ ഒതുക്കി തീർക്കാനുള്ള ഒരു ശ്രമം നടത്തി. അതൊരു സഭാ നേതൃത്വമായാണ് നടത്തിയത്. CC സജിമോൻ എന്ന CPMന്റെ ലോക്കൽ കമ്മിറ്റി അംഗത്തെ തിരിച്ചെടുക്കാൻ വേണ്ടി ഇടപെടൽ നടത്തിയത് EP ജയരാജനാണ് എന്നൊരു പരാതി LDF നേതൃത്വത്തിനും CPM സംസ്ഥാന നേതൃത്വത്തിനും മുൻപാകെ ഈ KK കൊച്ചുമോൻ ഉന്നയിച്ചിരുന്നു. അതിന്റെ ഭാഗമായി ഏറ്റവും ഒടുവിൽ ഒരു പരാതി തിരിച്ചും ഏരിയ കമ്മിറ്റി അംഗവുമായി ബന്ധപ്പെട്ട ഒരു പരാതി തിരിച്ചും നൽകിയത്. എന്തായാലും ആ പരാതിയിൽ ഒരു കഴമ്പുമില്ല എന്ന് കണ്ടെത്തി. നടപടി എടുക്കാതിരിക്കാൻ എന്തെങ്കിലും കാരണം കാണിക്കണമെന്ന് പറഞ്ഞു. പക്ഷേ യാതൊരു കാരണവും കാണിച്ചില്ല. അതിന്റെ അടിസ്ഥാനത്തിലാണ് അടിസ്ഥാനത്തിലാണ് ഇപ്പോഴത്തെ നടപടി. ശ്രീ ശ്രീകുമാറിനാണ് വിവരങ്ങൾ നൽകിയത്.